പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൽ ഈശോനെ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളുമായി ഈശോയുടെ അടുത്തേക്ക് പോയി. നിങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ എൻ്റെ ശുശ്രൂഷകർ എനിക്കത് എഴുതിയെടുത്ത് തരും. ഞാനത് ഓരോ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ആ തടസ്സങ്ങൾ മാറാൻ, കല്യാണ തടസ്സങ്ങൾ മാറാൻ, ജോലി തടസ്സങ്ങൾ മാറാൻ, പറമ്പ് കച്ചവടത്തിൻ്റെ മേലുള്ള കെട്ടുകൾ അഴിയാൻ, കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാര്യങ്ങളും നിർവീര്യമാകാൻ, ഭർത്താവിൻ്റെ ദുശീലങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളും മാറാൻ, തിന്മയുടെ ബന്ധനങ്ങൾ മാറാൻ, കുടുംബ തകർച്ചകൾ മാറാൻ, സംശയ രോഗങ്ങൾ മാറാൻ, കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങൾ മാറാൻ, പരീക്ഷ വിജയങ്ങൾ നേടുന്നതിനായി അവരെഴുതിയ പരീക്ഷകളെല്ലാം ഉന്നത വിജയം നേടുന്നതിന്, അങ്ങനെ ഓരോരോ നിയോഗങ്ങൾ നിങ്ങൾ എഴുതിയിട്ടതെല്ലാം അച്ഛൻ സമർപ്പിക്കുകയാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾ, നിരന്തരമായ വയറുവേദന, സൊറിയാസിസിന്റെ രോഗങ്ങൾ, വിട്ടുമാറാത്ത തലവേദനകൾ, ആ പാൻക്രിയാസിന്റെ രോഗങ്ങൾ, മുട്ടിന്റെ തേയ്മാനങ്ങൾ, മുട്ടുവേദന, നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഞരമ്പിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അങ്ങനെ നിരവധിയായ ബന്ധനങ്ങൾ, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ, മദ്യത്തിൻ്റെയും ദുശീലങ്ങളുടെ ബന്ധനങ്ങൾ, ചില തഴക്ക ദോഷങ്ങൾ, അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അത്ഭുത പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ അത്ഭുത പള്ളിയിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും ആ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന അച്ഛൻ്റെ വചനപ്രഘോഷണങ്ങളെ സമർപ്പിച്ചു. അതിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിച്ചു. ചങ്ങനാശ്ശേരി രൂപതയിലെ മെത്രാന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, അൽമായർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ആ 2 ദിവസങ്ങളിലൂടെ എൻ്റെ വചനപ്രഘോഷണം അവിടെ നടക്കുമ്പോൾ ആ ദേശത്തിൻ്റെ ബന്ധനങ്ങൾ വിട്ടുമാറണം, ആ ദേശത്തിൻ്റെ മേലുള്ള കുടുംബ തകർച്ചകൾ വിട്ടുമാറണം, ആ ദേശത്തിൻ്റെ മദ്യപാന ബന്ധനങ്ങൾ വിട്ടുമാറണം, ലഹരിയുടെ ബന്ധനങ്ങൾ വിട്ടുമാറണം, കലഹങ്ങൾ വിട്ടുമാറണം, തിന്മകൾ വിട്ടുമാറണം. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം നിങ്ങൾ എവിടെയെല്ലാം കേൾക്കുന്നുവോ ആ ദേശങ്ങളിൽ നിന്ന്, ആ കുടുംബങ്ങളിൽ നിന്ന്, ആ പറമ്പുകളിൽ നിന്ന് തിന്മയുടെ എല്ലാ രൂപികളും വിട്ടുമാറട്ടെ. പിശാചിന്റെ എല്ലാ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. സാത്താന്റെ എല്ലാ പ്രവൃത്തികളും വിട്ടുമാറട്ടെ. ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വചനം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്. മക്കളെ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ തിരുവചനമാണ്. ഈശോ പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഭവനത്തിൽ വെച്ച് അവിടെ വന്ന സാത്താനെയും പിശാചുക്കളെയും ദുഷ്ടാരൂപികളെയും രോഗങ്ങളെയും കർത്താവ് ബഹിഷ്കരിക്കുക. അതിൽ പ്രധാനപ്പെട്ട വചനമാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ തിരുവചനം. പിശാചുക്കൾ എങ്ങനെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് അവനെ വിട്ടുപോകുന്നത്. അവരെങ്ങനെയാണ് നിലവിളിച്ചത്? നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ അനേക സാക്ഷ്യങ്ങളാണ് ലഭിക്കുന്നത്. ഇത് നിരന്തരം കേൾക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിന്ന് പിശാചുക്കള് യേശുവാണ് രക്ഷകൻ, ഈശോ എന്ന ശക്തമായ നാമം കേട്ട് അവരെല്ലാം വിട്ടുപോകുന്നതായിട്ട് അനേകം പേര് സാക്ഷ്യപ്പെടുത്തുക. അവൻ അവയെല്ലാം ശാസിച്ചു, പിശാചിനെ ബന്ധിച്ചു, ശാസിച്ചു. അവരോട് പറഞ്ഞ് നിശബ്ദരാക്, പുറത്തു പോ. ഈ മക്കളിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അവൻ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവർക്കറിയാമായിരുന്നത് കൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. കാരണം അവര് ഈശോനെ അവർ രക്ഷകനാണെന്ന് അറിഞ്ഞതുകൊണ്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല. കാരണം കർത്താവിന്റെ ആ രക്ഷയുടെ സമയം, പീഡാസകനത്തിന്റെ സമയം സമാഗതമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവന്റെ ശുശ്രൂഷ തുടങ്ങിയ കാലഘട്ടമാണത്. പ്രിയപ്പെട്ട മക്കളെ, ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുവേ, അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക് അയച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ എല്ലാവരുടെ വീടുകളെയും, എല്ലാ പറമ്പിനെയും, തൊഴിൽ മേഖലകളെയും,
വസ്തുവകകളെയും കർത്താവിന്റെ തിരുരക്തം കൊണ്ട് പൊതിയപ്പെടട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ, അവരുടെ ജീവിതങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന എല്ലാ നാരക ശക്തികളും, അന്ധകാര സേനകളും, ദുഷ്ടാത്മ സംഘങ്ങളും, പൈശാചിക വ്യൂഹങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സമാധാനം, ഐശ്വര്യ, സമ്പൽ, സമൃദ്ധി, അതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശല്യങ്ങളും, തടസ്സങ്ങളും, രോഗങ്ങളും, രോഗശക്തികളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ തകർത്ത് കളയുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നാരക ശക്തികളെയും, ദുരാത്മസേനകളെയും നസറേയനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് നിത്യനരാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നു. ഹൃദയം തുറന്ന് വചനം കേൾക്കട്ടെ, അതരം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ആ ആത്മീയ ഉണർവിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, എല്ലാ ദുഷ്ടാത്മ വൃന്ദങ്ങളെയും യേശുവിന്റെ രക്തത്താൽ തകർക്കുന്നു. ഇവരുടെ വീടിനെ, പറമ്പിനെ, തൊഴിൽ മേഖലകളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മകള്, എല്ലാ ശത്രുക്കള്, അവയെല്ലാം വിട്ടുമാറട്ടെ. ഇവരുടെ വീടിലെ ഉപകരണങ്ങള്, ഇവരുടെ വാഹനങ്ങള്, വസ്തുവകകള്, കാർഷിക മേഖലകള്, വാഹനങ്ങള്, ഇവരുടെ വീടിന്റെ പരിസരം മുഴുവനെയും, വീടിന്റെ പ്രവേശന കവാടങ്ങള് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്ത് സാത്താന്റെ സകല കോട്ടകളെയും തകർത്ത് കളയുന്നു. ഈ മക്കൾക്കെതിരെ സംസാരിക്കുന്ന, ഈ മക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന, ഈ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകുന്ന സകല ശക്തികളെയും യേശുവിന്റെ കുരിശിന്റെ അടയാളത്താൽ നിത്യനരാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനി ഒരിക്കലും അടങ്ങി വരരുതെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ധന്യനാമത്തിൽ കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കരമുയർത്തി പ്രാർത്ഥിച്ച് സാധിക്കുന്ന പോലെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ. അത്ഭുതകരമായിട്ട് എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ജീവിതത്തിലെല്ലാം എല്ലാ നിരാശകളും ആഭിചാരങ്ങളെല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ക്ഷുദ്രജീവികള്, സർപ്പദോഷങ്ങള്, തിന്മയുടെ അരൂപികള്, പരദൂഷകരെല്ലാം തകർക്കപ്പെടട്ടെ. മദ്യത്തിന്റെ ആ ലഹരി മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വിടുതൽ കിട്ടട്ടെ. ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ ലഹരി, MDMA ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരെല്ലാം തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്, പറമ്പ്, ഞങ്ങളുടെ മക്കള് എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. ഏത് ലോകത്താണ്, ഏത് ദേശത്താണെങ്കിലും അവരെല്ലാവരും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങളെല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കണം. ഇതെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരും രാവിലെ തന്നെ ഈ പ്രാർത്ഥന കേൾക്കാൻ ശ്രമിക്കണം. ഇത് കേൾക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ശനിയാഴ്ചകളിലും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, 27, 28, 29 തൃശ്ശൂർ, വെണ്ടൂർ, സെന്റ് മേരീസ് പള്ളിയിൽ നടക്കുന്ന 3 ദിവസത്തെ ആ ബൈബിൾ കൺവെൻഷനെയും വിടുതലിന്റെ പ്രാർത്ഥനയും ആ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അടുത്ത മാസം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ മുണ്ടക്കയം കൺവെൻഷന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ താമസിച്ചുള്ള ധ്യാനം, ഈ ധ്യാന കേന്ദ്രത്തില് ഏപ്രിൽ 6 മുതൽ 9-ാം തീയതി വരെ എൻ്റെ കൂട്ടുകാരൻ ഫാദർ രാജൻ ഫൗസ്തയുടെ നേതൃത്വത്തില് ഇവിടെ വലിയ വിമോചന പ്രാർത്ഥന നടക്കുകയാണ്. അതിൽ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.